2025 നവംബർ മാസം അന്ന് കേരളം 3 ഇടങ്ങളിൽ ഉപതെരഞ്ഞെടുപ്പിന്റെ അങ്കത്തട്ടിലായി. ഒളിഞ്ഞും തെളിഞ്ഞും രാഷ്ട്രീയ പോർക്കളത്തിൽ ഏറ്റുമുട്ടലിനിടയിൽ രാഷ്ട്രീയ ആവനാഴിയിലെ അമ്പുകളെല്ലാം ഒഴിഞ്ഞപ്പോൾ ബ്രഹ്മാസ്ത്രങ്ങൾ വിലക്കെടുത്തിട്ടാണെങ്കിലും തങ്ങളുടെ വിജയം ഉറപ്പിക്കാൻ പാർട്ടികളൊക്കെ തന്നെ സടകുടഞ്ഞ് എഴുന്നേറ്റ കാലം. കോൺഗ്രസും CPM-ഉം BJP-യും തങ്ങളുടെ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി വാക്പയറ്റുകൾ കൊണ്ട് കളം നിറഞ്ഞാടുമ്പോൾ പാലക്കാട് മണ്ഡലത്തിലേക്കാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കിയത്. സന്ദീപ് വാര്യരുടെ സ്ഫോടനാത്മകമായ നീക്കം രാഷ്ട്രീയ കേരളത്തെ അന്ന് പ്രകമ്പനം കൊള്ളിച്ചു. വെറുപ്പിന്റെയും വിദ്വേഷത്തിന്റെയും കുണ്ടുകുഴിയിൽ നിന്ന് സ്നേഹതീരത്ത് നീന്തിക്കയറിയ സന്ദീപ് വാര്യർ അക്ഷരാർത്ഥത്തിൽ കേരള ജനതയെ ഞെട്ടിക്കുകയായിരുന്നു. ഒപ്പം കേരള BJP-യെയും. രാഷ്ട്രീയ കേരളത്തെ കിടിലം കൊള്ളിച്ചുകൊണ്ട് കേരള BJP ഘടകത്തിന്റെ ശബ്ദമായിരുന്ന സന്ദീപ് വാര്യരുടെ ചുവടുമാറ്റം കേരളത്തിൽ ഒരു കൊടുങ്കാറ്റ് തന്നെ വീശിയടിച്ചു. BJP ആടിയുലഞ്ഞു. CPM-ന്റെ പ്രതീക്ഷകളറ്റു. കോൺഗ്രസിനാകട്ടെ തുറപ്പുചീട്ട് വീണ് കിട്ടിയ പ്രതീതിയും. BJP-യുടെ ഉൾപാർട്ടി യുദ്ധങ്ങളും ഗ്രൂപ്പിസത്തിന്റെ പടലപ്പിണക്കങ്ങളും അതിന് പിന്നിലെ ഗൂഢതന്ത്രങ്ങളും ഒക്കെ അറിയാവുന്ന ഒരു നേതാവ് ഒരു സുപ്രഭാതത്തിൽ എതിർച്ചേരിയിൽ ചേക്കേറിയപ്പോൾ അത് BJP-ക്ക് ഏറ്റ കനത്ത പ്രഹരം തന്നെയായിരുന്നു. BJP-യുടെ സംസ്ഥാന കമ്മിറ്റി അംഗമായിരിക്കെയാണ് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് സന്ദീപിന്റെ കോൺഗ്രസ് പ്രവേശനം. BJP-യിൽ താൻ തുടർച്ചയായി അപമാനിക്കപ്പെട്ടുവെന്നും BJP-യുടെ ഗ്രൂപ്പ് തർക്കത്തിന്റെ ഭാഗമാകാത്തതിനാലാണ് തന്നെ തഴയുന്നതെന്നും ഏകാധിപത്യ പ്രവണതയിലാണ് BJP എന്നും വർഗീയത വമിപ്പിക്കുന്ന പാർട്ടിയാണ് BJP എന്നും ഒക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ട് സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് ചുവടുമാറ്റുകയായിരുന്നു. തുടർന്നു രാവിലെ മുതൽ വൈകിട്ട് വരെ വെറുപ്പ് ഉൽപ്പാദിപ്പിക്കുന്ന ഫാക്ടറിയാണ് BJP എന്നും അവിടെ ഇത്രയും കാലം ജോലി എടുത്തു എന്ന ജാള്യതയിലാണ് താനെന്നും വിളിച്ചു പറഞ്ഞുകൊണ്ടാണ് സന്ദീപ് തൻ്റെ മാറ്റം വിളംബരം ചെയ്തത്. പക്ഷേ സന്ദീപിൻ്റെ മാറ്റത്തിൽ വിളറിപ്പൂണ്ട BJP അങ്കക്കലിക്ക് ആക്കം കൂട്ടിയെങ്കിലും കോൺഗ്രസിന്റെ പ്രഭാവലയത്തിൽ അതെല്ലാം നിഷ്പ്രഭമായി. ഒറ്റുകാരൻ, ബലിദാനികളെ മറന്നവൻ തുടങ്ങിയ ആരോപണങ്ങളാണ് BJP-യുടെ നോട്ടീസിൽ അവർ സന്ദീപിനെ ആക്രമിച്ചത്. പാലക്കാട് നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിലെ നിർണായക ഘട്ടത്തിൽ സന്ദീപ് എടുത്ത ഈ തീരുമാനം പക്ഷേ കോൺഗ്രസിന് കിട്ടിയ ഒരു വലിയ നേട്ടം തന്നെയായിരുന്നു. അതോടുകൂടി BJP കളത്തിൽ അങ്കക്കലിപ്പ് മൂത്തു. അന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രനെതിരെ കൃഷ്ണദാസ് പക്ഷമടക്കം BJP-യിലെ വിവിധ ഗ്രൂപ്പുകൾ രംഗത്ത് വന്നു. അതോടെ BJP-യിൽ മറഞ്ഞ് ഒളിഞ്ഞു കിടന്ന അകപ്പോര് വെളിയിലേക്ക് ചാടുകയായിരുന്നു. ആ പോരുകൾ മറക്കാൻ BJP സന്ദീപ് വാര്യർക്കെതിരെ നടത്തിയ ആരോപണങ്ങൾ പക്ഷേ ലെവലേശം വിലപ്പോയില്ല എന്നതാണ് യാഥാർത്ഥ്യം. സന്ദീപിന്റെ കോൺഗ്രസ് പ്രവേശനവും സന്ദീപ് കൊളുത്തിവിട്ട വിവാദങ്ങളും ഉപതെരഞ്ഞെടുപ്പിൽ കത്തിജ്വലിച്ചു. അത് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ ഷാഫി പറമ്പലിന്റെ ഭൂരിപക്ഷം വർദ്ധിപ്പിക്കാനുള്ള വെള്ളവും വളവും നൽകി. പാലക്കാട് CPM-നെ 3-ാം നിരയിലേക്ക് തള്ളി BJP കോൺഗ്രസ് പോരാട്ടം കൊടുമ്പിരി കൊള്ളുകയായിരുന്നു അന്ന്. കഴിഞ്ഞ 3 തെരഞ്ഞെടുപ്പുകളിലും ഷാഫി പറമ്പിലാണ് വിജയിച്ച് അവിടെ കയറിയത്. എങ്കിലും 2025 നവംബർ ഉപതെരഞ്ഞെടുപ്പിൽ കടുത്ത പോരാട്ടത്തിനാണ് കേരളം പിന്നീട് അവിടെ സാക്ഷ്യം വഹിച്ചത്. ഉപതെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ 2011 ഭൂരിപക്ഷത്തിൽ നിന്നും 20,000-ലേറെ വോട്ടുകൾക്കാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ജയം കണ്ടത്. ഇത് സന്ദീപ് വാര്യർ ഇഫക്റ്റ് കൂടിയായിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിജയം തുടക്കത്തിലെ കോൺഗ്രസ് ഉറപ്പിച്ചിരുന്നുവെങ്കിലും സന്ദീപ് വാര്യർ പ്രവേശനം കൂടിയായപ്പോൾ കോൺഗ്രസ് വലിയ പ്രതീക്ഷ വെച്ചിരുന്ന BJP-യുടെ പത്തിക്ക് തന്നെ അടിക്കുകയായിരുന്നു. കനത്ത പ്രഹരമേറ്റ് അമ്പയെ തകർന്ന് തരിപ്പണമായ BJP-യുടെ പരാജയം ദേശീയ തലത്തിൽ തന്നെ ചർച്ചയാകുകയും അത് BJP സംസ്ഥാന അധ്യക്ഷന്റെ നിലനിൽപ്പ് തന്നെ ഭീഷണിയാവുകയും ചെയ്തു. എന്ന് മാത്രമല്ല അത് അവരുടെ ഉൾപാർട്ടി തർക്കത്തിന് ആക്കം കൂട്ടുകയും ചെയ്തു. കോൺഗ്രസ് ആവട്ടെ BJP വിട്ടുവന്ന സന്ദീപ് വാര്യർക്ക് ജനറൽ സെക്രട്ടറി ആക്കിക്കൊണ്ട് കോൺഗ്രസിൽ താക്കോൽ സ്ഥാനം തന്നെ നൽകി. കൂടാതെ കോൺഗ്രസിന്റെ വക്താവാക്കിക്കൊണ്ട് കേരളത്തിൽ കോൺഗ്രസിന്റെ ശബ്ദമാക്കി മാറ്റി ചാനൽ ചർച്ചകളിൽ BJP-യുടെ മർമ്മമറിയാവുന്ന സന്ദീപ് വാര്യർ തൊടുത്തുവിടുന്ന ചോദ്യശരങ്ങളെയും വാഗ്ധോരണികളെയും പ്രതിരോധിക്കാൻ ശേഷിയില്ലാതെ BJP വക്താക്കളുടെ അടിപ്പതറൽ പിന്നീട് കേരളം കണ്ടുകൊണ്ടിരിക്കുകയാണ്. 2021 BJP പ്രതിനിധിയായി സന്ദീപ് മത്സരിച്ചത് ഷൊർണൂർ മണ്ഡലത്തിലാണ്. മറ്റൊരു തെരഞ്ഞെടുപ്പിലേക്ക് നമ്മൾ നീങ്ങുമ്പോൾ സന്ദീപിനെ കോൺഗ്രസ് എവിടെ നിന്ന് അസംബ്ലിയിലേക്ക് എത്തിക്കുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ ചൂടായ ചർച്ചകൾ. ഇപ്പോൾ 2 സാധ്യതകളാണ് പലരും കാണുന്നത്. അടുത്ത മാസം നിലമ്പൂരിൽ നടക്കാനിരിക്കുന്ന ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടായിരിക്കും അന്തിമ തീരുമാനമുണ്ടാവുക. അവിടെ ആര്യാടൻ ഷൗക്കത്ത് എന്തെങ്കിലും കാരണവശാൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി ആയില്ലെങ്കിൽ
ഷൗക്കത്തിന് അടുത്ത 2026 ഷൊർണൂർ സീറ്റായിരിക്കും നൽകുക. അങ്ങനെ വന്നാൽ സന്ദീപിനെ തൃശ്ശൂരിൽ നിന്നായിരിക്കും കോൺഗ്രസ് മത്സരിപ്പിക്കുക. ഇതിന് 2 ഗുണങ്ങളാണ് കോൺഗ്രസ് കാണുന്നത്. 2021 കേവലം 1000 വോട്ടുകൾക്ക് താഴെയാണ് കോൺഗ്രസിന് ആ സീറ്റ് നഷ്ടപ്പെട്ടത്. ആ സീറ്റ് പിടിച്ചെടുക്കാൻ ശ്രമിക്കുന്ന കോൺഗ്രസിന് സന്ദീപ് വഴി കാര്യങ്ങൾ ഈസിയാവും. സന്ദീപിനെ തൃശ്ശൂരിൽ നിർത്തുക വഴി കോൺഗ്രസിൽ നിന്നും BJPയിലേക്ക് കഴിഞ്ഞ കാലങ്ങളിൽ പോയ വോട്ടർമാരെ തിരിച്ചു പാർട്ടിയിൽ കൊണ്ടുവരാൻ സാധിക്കുമെന്നാണ് പാർട്ടിയിലെ ഉന്നതർ പ്രതീക്ഷിക്കുന്നത്. ഒരു തികഞ്ഞ പോരാളിയായ സന്ദീപ് വരുന്നതോടെ തൃശ്ശൂർ ജില്ലയിൽ മറ്റ് മണ്ഡലങ്ങളിലും സന്ദീപിൻ്റെ ഈ ഊർജം പ്രതിഫലിക്കുമെന്ന് തന്നെയാണ് കോൺഗ്രസ് കരുതുന്നത്. അടുത്ത അസംബ്ലി തിരഞ്ഞെടുപ്പിൽ 100-ലധികം സീറ്റുകൾ ലക്ഷ്യം വെക്കുന്ന UDFന് ഇത്തരം നീക്കങ്ങളിലൂടെ അസംബ്ലി തിരഞ്ഞെടുപ്പിൽ വൻ ഭൂരിപക്ഷത്തിൽ കേരളത്തിൽ അധികാരത്തിലെത്താൻ കഴിയുമെന്നത് തർക്കമില്ലാത്ത കാര്യമാണ്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ ചാനൽ ലൈക്ക് ആൻഡ് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ സബ്സ്ക്രൈബ് ബട്ടണിലെ ബെൽ ഐക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്.